CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. പെരുമ്പിലാവിൽ അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് മോഷണം. 13.5 പവൻ സ്വർണവും 10,000-ഓളം രൂപയും നഷ്ടപ്പെട്ടു. പട്ടാമ്പി റോഡിലെ വെളുത്തവളപ്പിൽ അക്ബറിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. നിരീക്ഷണ ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതം. ഭക്തർക്ക് കൂടുതൽ സൗകര്യപ്രദവും സുഗമവുമായ ക്ഷേത്രദർശനം ഒരുക്കുന്നതിനായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ ദർശന സംവിധാനം ആരംഭിച്ചു. ഓരോ മണിക്കൂറിലും 300 ഭക്തർക്ക് ദർശനത്തിന് അവസരം. പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ഓൺലൈൻ ബുക്കിംഗ് ആദ്യ മാസത്തേക്കുള്ളത് ഇതിനകം തന്നെ പൂർത്തിയായി. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകന്റെ മർദ്ദനത്തിനിരയായ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കും കുടുംബത്തിനുമെതിരെ വ്യാജ പ്രചരണമെന്ന് ആരോപണം. അക്രമത്തിനിരയായ കുട്ടിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പട്ടികജാതി ക്ഷേമ സമിതി. മണ്ണെടുപ്പ് മൂലം കിഴക്കേ പന്നിശ്ശേരിയിൽ മണ്ണിടിച്ചിൽ ഭീഷണി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ മേഖലയിൽ സന്ദർശനം നടത്തി. കിഴക്കേ പന്നിശ്ശേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കുന്നിൽ നിന്ന് വൻതോതിൽ മണ്ണെടുത്തതാണ് പ്രദേശത്ത് കടുത്ത ഭീഷണിയാകുന്നത്. ശക്തമായ കാറ്റിലും മഴയിലും കേച്ചേരി തൂവാനൂരിൽ കൂറ്റൻമരം വൈദ്യുത കമ്പിയിലേക്കും റോഡിലേക്കും കടപുഴകി വീണു. വിവരമറിഞ്ഞതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേനാ സംഘം സ്ഥലത്തെത്തി മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കടവല്ലൂർ പാടത്ത് നിയന്ത്രണം വിട്ട് തോട്ടിലേക്ക് മറിഞ്ഞ കാർ അഗ്നിരക്ഷാസേന പുറത്തെടുത്തു. ചൊവ്വാഴ്ച രാവിലെ വലിയ ക്രെയിൻ ഉപയോഗിച്ചാണ് കാർ പുറത്തെടുത്തത്. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നു. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ പന്നിശ്ശേരി മഹാവിഷ്ണു നരസിംഹമൂർത്തി ക്ഷേത്രത്തിലേക്കുള്ള റോഡിന്റെ എതിർവശത്തായാണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴായി പോകുന്നത്. ജനാധിപത്യത്തിന്റെ 4ാം തൂണാണ് മാധ്യമങ്ങളെന്നത് ഇക്കാലത്ത് പ്രസക്തമല്ലെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം P. രാജീവ് പറഞ്ഞു. DYFI സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി 4ാം തൂണും ഡിജിറ്റൽ കാലവും എന്ന വിഷയത്തിൽ കുന്നംകുളത്ത് സംഘടിപ്പിച്ച സംവാദം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MG യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA സംസ്കൃതത്തിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ AU ഉണ്ണിമായയെ CPM ആദരിച്ചു. കേരള മഹിളാ സംഘം വടക്കേക്കാട് പഞ്ചായത്ത് കൺവെൻഷൻ നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം ഗീതാരാജൻ ഉദ്ഘാടനം ചെയ്തു. നെൽകർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൃഷിമന്ത്രി അഡ്വക്കേറ്റ് T. സിദ്ദീഖിന് പുന്നയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി നിവേദനം നൽകി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച UDF സർക്കാരിന്റെ നടപടിക്കെതിരെ LDF ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.